Hello humans, welcome to Shruti Bites once again. I hope you all are doing good. സോ ഞാൻ ഇന്നൊരു മൂവി റെക്കമെൻഡേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വീക്കെൻഡ് ആണ്. നിങ്ങൾക്ക് ചിരിക്കാൻ ആഗ്രഹമുണ്ടോ, ലൈക്ക് നിങ്ങൾക്ക് റിലാക്സ് ആയി ഫൺ ആയി എന്റർടൈൻമെന്റ് മാത്രമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോ ടു തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ഗുരുവായൂർ അമ്പലനടയിൽ ബൈ വിപിൻ ദാസ്. സോ ഗുഡ് ഗൈസ്. ഞാൻ ഇന്നലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു മൂവി. നമ്മുടെ ജയജയഹൊക്കെ ഡയറക്ട് ചെയ്ത ആളാണ് വിപിൻ ദാസ്. സോ ആ മൂവി പോലെയല്ല, ഡോണ്ട് കമ്പയർ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലൈക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഫൺ എന്റർടൈൻമെന്റ് ആണ്. ഇറ്റ്സ് ആക്ടഡ് ബൈ പൃഥ്വിരാജ് ആൻഡ് ബേസിൽ. ആൻഡ് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഓൾ കാസ്റ്റ് അടിപൊളിയാണ്. ലൈക്ക് അവരുടെ എന്താ പറയുക, ആക്ടിങ്ങും ലൈക്ക് കോമിക് ടൈമിങ്ങും ഒക്കെ വേറെ ലെവലാണ്. സോ മെയിൻ ആയിട്ട് പൃഥ്വിരാജ് ബേസിൽ കോംബോ. ഫസ്റ്റ് ഹാഫ് അവരുടെ ആ കോംബോ ആണ് കാണിക്കുന്നത്. ലൈക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്ന തൊട്ട് ഇന്റർവെല്ല് വരെ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എന്താ പറയാ, നമ്മള് ഭയങ്കര എന്താ പറയുക, കോംപ്ലക്സ് അല്ലാത്ത കോമഡീസ്, ഭയങ്കര സിമ്പിളായി നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുള്ള കോമഡി പടങ്ങളുടെ, പക്ഷെ ക്രിഞ്ചായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ക്ലീഷായിട്ടും തോന്നിയില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു പുതിയ ലെവൽ അളിയൻ ബന്ധമായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ബേസിൽ ലൈക്ക് എന്താ പറയുക, ഇറ്റ് ഈസ് ലൈക്ക് പീസ് ഓഫ് കേക്ക് ഫോർ ഹിം എന്ന് പറയാം. ആൾ അത്രയും ഈസായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആളുടെ എക്സ്പ്രഷൻ ചേഞ്ചസും ആളുടെ എന്താ പറയാ, ആളുടെ കോമിക് ടൈമിങ് പിന്നെ നമുക്ക് അറിയാലോ, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ്. സോ നമ്മളിപ്പോൾ മാർച്ചിൽ ആടുജീവിതം കണ്ടിട്ട് നമ്മൾ വന്നിട്ട് ഇപ്പം ഈ പടം കാണുമ്പോൾ വാട്ട് ആൻ ആക്ടർ. സോ എന്താ പറയുക, എനിക്ക് ആക്ച്വലി പൃഥ്വിരാജിന്റെ കോമഡി മൂവീസ് എന്താ പറയുക, ചില പടങ്ങളിൽ എനിക്ക് അത് അത്ര അങ്ങ് എന്താ പറയാ അത് ഏൽക്കാറില്ല. പക്ഷെ ഇതില് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആള് ഭയങ്കര ഓവർ ദ ബോർഡാ. എന്താ പറയാ, ഭയങ്കര എന്താ പറയാ, ആള് ഓവറാണ് ആ ക്യാരക്ടർ. സോ പൃഥ്വിരാജ് അത് ചെയ്തിട്ടുള്ളത്, ആളുടെ ഇമോഷൻസ് ഉണ്ട്, പല പല ലെവൽ ഓഫ് ഇമോഷൻസ് ആൾ കടന്നു പോകുന്നുണ്ട്. അത് ഐസിലൊക്കെ ആളുടെ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദെൻ ഇതിന്റെ ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ള നിഖില വിമലും അനശ്വര രാജനാണ്. അവരുടെ ക്യാരക്ടേഴ്സിന് കുറെ ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ ഈ മൂവി ഇല്ല. ആൻഡ് അവർ ചെയ്തിട്ടുള്ളതൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ പ്രത്യേകം പറയേണ്ടത് സോങ് പ്ലേസ്മെന്റ്സ് ആണ്. പഴയ കുറെ പാട്ടുകളുടെ പ്ലേസ്മെന്റ്സും കുറച്ച് പഴയ പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്. അത് കൊണ്ട് വെച്ചിട്ടുള്ള പ്ലേസുകൾ ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. സോങ്സ് കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചങ്ങ് ഒരു വഴിക്കാവും. പിന്നെ ഇതിലൊരു മൂവി റെഫറൻസ് ഉണ്ട്, ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, പക്ഷെ അത് ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ആ ഒരു സംഭവം. പിന്നെ എന്ന് വെച്ചാൽ പഴയ മൂവീസിലൊക്കെ ഉള്ള പോലത്തെ ക്ലൈമാക്സ് ഒക്കെ എന്താ പറയാ, ഫുൾ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ക്ലൈമാക്സിൽ. എന്താ പറയാ, ഒരു ഫണ്ണാണ് ഭയങ്കര. ലൈക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ തിയേറ്റർ PVR XL കണ്ടത് ബാംഗ്ലൂര്. അപ്പോൾ തിയേറ്റർ ഫുള്ളായിരുന്നു. എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ചിരിക്കായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് മൂവി. നമുക്ക് ഇത്രയും സ്ട്രെസ്സാണ്, വർക്കും എല്ലാം കഴിഞ്ഞ് ഈ പടം കാണാൻ പോകുമ്പോൾ നമ്മൾ ഫുൾ ടൈം ചിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഐ റിയലി റെക്കമെൻഡ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള, അനിയനായിട്ട് അഭിനയിച്ചിട്ടുള്ള, പിന്നെ അതിൽ ഇവരുടെ എനിമീസ് ആയി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ അടിപൊളിയാണ്. ബേസിന്റെ ഫ്രണ്ട് സിജു സണ്ണി ലൈക്ക് രോമാഞ്ചത്തിലുള്ള കുറച്ച് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, അവരൊക്കെ പൊളിയായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് മൈ ഹസ്ബൻഡ് ഓൾസോ ലൈക്ക് സോ മച്ച്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും എന്താ പറയുക, അടിപൊളി പടം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതിന്റെ മ്യൂസിക് മറ്റേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കൃഷ്ണ സോങ്, അതിന്റെയൊക്കെ പ്ലേസ്മെന്റ് പൊളിയാണ്. പിന്നെ മൊത്തത്തില് എന്താ പറയാ, സ്ക്രീൻ പ്ലേ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, റൈറ്റിംഗ്, ഡയലോഗ്സ് ഒക്കെ എന്താ പറയാ, ഡയലോഗ് ഒക്കെ ഭയങ്കര നൈസാണ്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായ പടം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. ഒരു ഫൺ എന്റർടൈൻമെന്റ് പടം കാണണമെങ്കിൽ go and see ഗുരുവായൂർ അമ്പലനടയിൽ. So if you like this video, please share and subscribe to this channel. And ഞാൻ കുറച്ച് വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്. Go through that if you are interested. That's it. So നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. Something to learn might be. So that's it. Bye guys. Have a great weekend.